ഹസ്കർ അങ്ങ് കരുതുന്നുണ്ടോ? ഹസ്കർ അങ്ങ് കരുതുന്നുണ്ടോ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്റർപോളിന്റെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോട്ടീസ് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് സമയമെടുക്കുന്ന പ്രൊസീജിയറിൽ കൂടെ നടക്കേണ്ട, അതിന്റെ ചട്ടപ്പടി നടക്കേണ്ട കാര്യമാണ്. സമയമെടുക്കുന്ന പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൽ കൂടെ പോയി ഇവിടുന്ന് പോലീസ് ജർമ്മനിയിൽ ആണെങ്കിൽ ജർമ്മനിയിലേക്ക് കൃത്യമായി പോലീസ് ഇപ്പോഴും പറയുന്നില്ല കേട്ടോ ഇയാൾ എവിടെയാണ്, പക്ഷേ ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ പോയി ഇയാളെ ഗാർഹിക പീഡന കേസ് മാത്രം വകുപ്പിട്ട ഇയാളെ പോലീസ് അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് നീതി നടപ്പാക്കും എന്ന് കരുതണോ ഹസ്കർ? ഹഷ്മി, സ്ത്രീ ഒരു ഉപഭോഗ വസ്തു മാത്രമാണെന്നും സ്ത്രീയെ പുരുഷന്റെ തല്ലാനുള്ള ചെണ്ടയാണെന്നും കരുതുന്ന മനോഭാവമുള്ള ചിലരെങ്കിലും കേരള പോലീസിലുണ്ട്. അതിൻ്റെ ഏറ്റവും ദൃഷ്ടാന്തമാണ് നമുക്ക് പന്തീരങ്കാവ് പോലീസ്. പന്തീരങ്കാവ് പോലീസ് ഇത്തരമൊരു പരാതി ലഭിക്കുമ്പോൾ നിശ്ചയമായും ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എന്നുള്ളിടത്താണ് പോലീസ് വിമർശന വിധേയമാകപ്പെടുന്നത്. കേരള പോലീസിന് ആകെ അപമാനമാണ് പന്തീരങ്കാവ് പോലീസ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ആ ഉദ്യോഗസ്ഥനെ SHOയെ അപ്പോൾ തന്നെ നടപടിയെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിന് ചെയ്യാൻ സർവീസ് ചട്ടം അനുസരിച്ച് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ശിക്ഷ അദ്ദേഹത്തിന് ആദ്യം തന്നെ, അതൊരു ശിക്ഷയല്ലെങ്കിൽ പോലും ആ നടപടിയിലേക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ 307 ഗാർഹിക പീഡനവും അതുപോലെ സ്ത്രീധന പീഡനവും അടക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ഇട്ടു തന്നെ ആ കേസെടുക്കണമായിരുന്നു. അതിനുള്ള ആർജവം കാണിക്കണം. നമ്മുടെ മുന്നിൽ ഉത്തര വിസ്മയ കേസുകളുടെ വിധി നമ്മുടെ മുന്നിലുണ്ട്. അതും ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ആ വിധി വന്നിട്ടുള്ളത്. ഉത്തര വിസ്മയ കേസുകളെന്ന് പറയുന്നത് സമയബന്ധിതമായി കുറ്റമറ്റ രീതിയിൽ കേരള പോലീസ് അന്വേഷിക്കുകയും ആ പ്രതികൾക്ക് സമയബന്ധിതമായി കോടതിയിൽ ട്രയൽ നടത്തി ആ കേസിലെ പ്രതികളെ ശിക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇതേ കേരള പോലീസും ഇതേ കേരളത്തിലെ ഗവൺമെൻറ്റും തന്നെയായിരുന്നു. അപ്പോൾ പന്തീരങ്കാവ് പോലീസ് കാണിച്ചത് കുറ്റകരമായ അലംഭാവമാണ്. അതിലെ ഉദ്യോഗസ്ഥന്മാരെയും അതിൻ്റെ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥന്മാരെയും നടപടിയെടുക്കപ്പെടുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഇപ്പോൾ അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ടും അന്വേഷണം ഹയർ അതോറിറ്റിയിലേക്ക് നൽകിക്കൊണ്ടും പോലീസിലെ നാണക്കേട് മറക്കാനല്ലേ അത്? അന്വേഷണത്തിന്റെ മാറ്റം വന്നിട്ടുണ്ട്. ഉണ്ടായ നാണക്കേട് മറക്കാനല്ലേ അത്? ഈ പറയുന്ന പോലീസിന്റെ സഹായത്തോടെ നാട് കടന്ന ഈ പ്രതി അവിടെ പോയിരുന്ന് ഈ പെൺകുട്ടിയെ സ്വഭാവഹത്യ ചെയ്യുന്ന വീഡിയോ എടുത്ത് ഇങ്ങോട്ടൊക്കെ അയക്കുകയാണ്. അത് ആഭ്യന്തര വകുപ്പിന്റെ മുഖത്തേക്കും ആഭ്യന്തര നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്തേക്കും കേരളത്തിന്റെ മുഖത്തേക്കും നോക്കി പല്ലിളിക്കുമ്പോൾ, നാണം കെടുമ്പോൾ, നാട് വിരൽ ചൂണ്ടുമ്പോഴല്ലേ ഒരു ഡാമേജ് കൺട്രോൾ? അതിനപ്പുറം എന്ത് CBI, എന്ത് ഇന്റർപോൾ? ശ്രീ BN അസ്കർ. അശ്മി, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സമയബന്ധിതമായി മാത്രമേ നമുക്ക് ചെയ്യാനാവൂ. പന്തീരങ്കാവ് പോലീസിൽ വന്നിട്ടുള്ള അലംഭാവം അത് കേരള പോലീസിന് അപമാനമായിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ ആ അപമാനം എങ്ങനെ പരിഹരിക്കപ്പെടാമെന്നുള്ളിടത്താണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള വേഗത കൂട്ടുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരള പോലീസ് ആക്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജഡ്ജിങ് കപ്പാസിറ്റിയിൽ മാത്രമേ ഓരോ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയൂ. അത് നിയമപരമായിട്ടുള്ളൊരു പ്രശ്നവും പരിമിതിയുമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ളത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. ആ കുറ്റകരമായ അനാസ്ഥയാണ് കേരള പോലീസിന് ആകമാനം നാണക്കേടുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല, അങ്ങ് കരുതുന്നത് പോലെ രാജ്യം വിട്ടൊരു കുറ്റവാളി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ കോടതിയിലെത്തിക്കണം, ആ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം ഇതിനപ്പുറം നാം ചർച്ച ചെയ്യേണ്ടതും അത് ചിന്തിക്കേണ്ടതും മറ്റൊരു വിഷയമാണ്. മാറുന്ന മലയാളിയുടെ മനോഭാവമാണ്. ഉത്തര വിസ്മയ കേസുകളുടെ വിധി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയും അതിന് അവസരമൊരുക്കുന്ന രക്ഷിതാക്കളുമുള്ള ഒരു നാടായി കേരളം മാറുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. മലയാളിയുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റം, വിവാഹത്തെ സംബന്ധിച്ചും കുടുംബജീവിതങ്ങളെ സംബന്ധിച്ചുമുള്ള മലയാളിയുടെ ചിന്താഗതിയിൽ വരേണ്ട മാറ്റം, അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി. അത് കുറച്ചുകൂടി വിശാലമായ ചർച്ചയാണ്. പക്ഷേ അത്തരം ആർത്തിമൂത്ത ഈ കല്യാണം കഴിച്ചതിന് ശേഷം മാത്രം സ്ത്രീധനം വാങ്ങി ജീവിക്കാനിരിക്കുന്ന മനുഷ്യരെ മനുഷ്യർ വർദ്ധിച്ച് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലീസും അവരുടെ കൂടെ നിന്നാലോ? അവിടെയാണല്ലോ പ്രശ്നം. ഞാൻ അങ്ങനെ